അന്താരാഷ്ട്ര വില മറികടന്ന ഇന്ത്യൻ വിപണിയിൽ റബ്ബർ വില കുതിക്കുന്നു. വിലയിടിക്കാനുള്ള ടയർ കമ്പനികളുടെ സമ്മർദ്ദം മറികടന്നാണ് റബ്ബറിന്റെ കുതിപ്പ്. വിദേശ രാജ്യങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞതാണ് വർഷങ്ങൾക്കു ശേഷം അതിന്റെ ഗുണം കേരളത്തിലെ കർഷകർക്ക് ലഭിക്കാൻ കാരണം. കാലാവസ്ഥാ വ്യതിയാനം മൂലം മലേഷ്യ, തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. ഇതോടെയാണ് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ റബ്ബർ വില അന്താരാഷ്ട്ര വിലയെ മറികടന്നത്. ഇന്നലെ RSS പൂറിന് ബാങ്കോങ് വിപണി വില 189 രൂപ. അതേസമയം കോട്ടയം മാർക്കറ്റ് വില 203. ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ടയർ കമ്പനികൾ ശ്രമിക്കുമ്പോഴും സ്വാഭാവിക റബ്ബറിൻ്റെ ലഭ്യതക്കുറവാണ് വില ഉയരുവാൻ കാരണം. ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കൂട്ടി വില ഇടിക്കുകയാണ് ടയർ കമ്പനികളുടെ സ്ഥിരം തന്ത്രം. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ആഗോളതലത്തിൽ സ്വാഭാവിക റബ്ബറിൻ്റെ ലഭ്യത വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇക്കുറി മുൻകാലങ്ങളിലെ പോലെ വിലയിടിക്കുവാൻ സാധ്യമല്ല. റബ്ബർ ബോർഡിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഇടപെടൽ മൂലമല്ല ഇപ്പോഴത്തെ ഈ വില വർധനവ്. ഉൽപ്പാദനത്തിലുണ്ടായ കുറവാണ് വില വർദ്ധിക്കുവാൻ വഴിയൊരുക്കിയത്. ഇതിൻ്റെ ഗുണം കുറച്ചു കാലം കൂടി കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുമെന്നാണ് വിപണി നൽകുന്ന സൂചന. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.